നമസ്കാരം. ഈ അടുത്ത കാലത്തായിട്ട് സ്ട്രോക്ക് വരുന്നവരുടെ എണ്ണം വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടാണ് വരുന്നതെങ്കിലും ഒരു നിമിഷം കൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ താളം തെറ്റിക്കുന്ന ഒരു പ്രത്യേക രോഗമാണ് സ്ട്രോക്ക്. അതുകൊണ്ട് തന്നെ സ്ട്രോക്ക് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഇസ്കീമിക്കും, മറ്റൊന്ന് ഹെമറേജും. പെട്ടെന്നൊരു ദിവസം വരുന്നതാണെന്ന് നമുക്ക് തോന്നുന്നെങ്കിലും ശരീരം ഇതിൻ്റെ ചില ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ചില സൂചനകൾ മുൻകൂട്ടി കാണിക്കാറുണ്ട്. എന്നാൽ സമൂഹത്തിൽ കൂടുതൽ പേരും അതിനകത്ത് അത്ര കോൺഷ്യസ് അല്ലാത്തതുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യുന്നില്ല എന്ന് മാത്രം. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് സ്ട്രോക്ക് വരുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പേ, ചില ആൾക്കാരിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ശരീരം കാണിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണെന്നാണ്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളിൽ ഒരു 2-3 എണ്ണം ഒന്നിച്ച് ഒരേ സമയത്ത് കാണുകയാണെങ്കിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന സൂചന അകാരണമായ തലവേദനയാണ്. ഇപ്പം നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ അത് സംഭവിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ബ്രെയിൻ സിസ്റ്റം നമുക്കൊരു സൂചന തരും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സൂചന തലവേദനയായിരിക്കും. മൈഗ്രെയിൻ പോലുള്ള തലവേദനയുടെ കാര്യമല്ല, ഇത് തലയ്ക്ക് മൊത്തത്തിൽ എന്തോ കെട്ടിവെച്ച പോലൊരു ഭാരം, ആ ഒരു ഫീൽ. ഇതോടൊപ്പം വരുന്ന അമിതമായ ക്ഷീണം, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ വരുന്ന ക്ഷീണം. സാധാരണഗതിയിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു അവസ്ഥ വരണമെന്നുണ്ടെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നം, അല്ലെങ്കിൽ ഉറക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നം, അതല്ലെങ്കിൽ കടുത്ത മാനസിക സംഘർഷം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരണം. ഇതങ്ങനൊന്നുമല്ലാതെ അകാരണമായിട്ടുള്ള അമിത ക്ഷീണം. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരുന്നു. എപ്പോഴും കിടക്കണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുന്നു. ഇത് നമുക്ക് സ്ട്രോക്കിൻ്റെ ഒരു വാർണിംഗ് സൈനായിട്ട് കണക്കാക്കാം, പ്രത്യേകിച്ചും ഒരു പ്രായം കഴിഞ്ഞവരിൽ. അടുത്തതായിട്ട് കാണുന്നത് മെമ്മറി ഇഷ്യൂ ആണ്. നമുക്ക് ശരിക്കറിയാവുന്ന ചില പേരുകൾ, ചില നമ്പറുകളൊക്കെ ഓർത്തെടുക്കാനായിട്ട് ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്. അതല്ലെങ്കിൽ നമുക്ക് ശരിക്കറിയാവുന്ന ഒരു വ്യക്തിയെ ഓർത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ശരിക്കറിയാവുന്ന ചില സംഭവങ്ങൾ ഓർത്തെടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്. ഇതൊക്കെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം. എന്നാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം 2-3 കാര്യങ്ങൾ ഒന്നിച്ച് വരുമ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അടുത്തതായിട്ട് ഇറഗുലറായിട്ട് കാണുന്ന ഹാർട്ട് ബീറ്റാണ്. ചില സമയത്ത് കുറച്ച് കൂടുതലായിട്ട് കാണുന്നു, ചില സമയത്ത് കുറച്ച് കുറവായിട്ട് കാണുന്നു. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ അതിങ്ങനെ വേരി ചെയ്യുന്നു. എന്ന് വെച്ചാൽ ചില സമയത്തൊക്കെ നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് വല്ലാത്ത ഒരു വീർപ്പുമുട്ടൽ കാണിക്കുക, ഒരു ഫ്ലട്ടറിങ് സെൻസേഷൻ കാണിക്കുക. ഇതും മറ്റ് ലക്ഷണങ്ങളുമായി വരുന്നെങ്കിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ കാഴ്ച സംബന്ധമായിട്ടുള്ള ചില ഇഷ്യൂസ്. നന്നായിട്ട് വായിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് വായിക്കാനായിട്ടൊരു പ്രയാസം വരുന്നു, അക്ഷരങ്ങൾക്കൊരു മങ്ങലുണ്ടാകുന്നു, അതുപോലെ ഡബിൾ വിഷൻ ഉണ്ടാകുന്നു. അങ്ങനെ വായിക്കുമ്പോൾ കൂടുതലായിട്ട് സ്ട്രെയിൻ എടുക്കുന്നു, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ഒരു വീക്ക്നെസ് ഫീൽ ചെയ്യുന്ന അവസ്ഥ. അതുപോലെ ഒരു കൈക്കും ഒരു കാലിനും മാത്രം ഒരു ബലം കിട്ടാത്ത, പഴയതുപോലുള്ള ഒരു ബലം കിട്ടാത്ത അവസ്ഥ. കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന മരവിപ്പ്. ഇത് സൂചിപ്പിക്കുന്നത് ആ അവയവങ്ങളെ നിയന്ത്രിക്കുന്ന ബ്രെയിനിൻ്റെ ഭാഗത്തിന് എന്തോ ഒരു ഡിസ്കംഫർട്ട് ഉണ്ട് എന്നാണ്. അടുത്തതായിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ വരുന്ന ബാലൻസ് ഇഷ്യൂ ആണ്. എന്ന് വെച്ചാൽ ശരീരത്തിന് ബാലൻസ് ചെയ്യാനായിട്ട് ചില സമയത്ത് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഈ നടന്നു പോകുന്ന സമയത്തൊക്കെ വീണ് പോകുന്ന പോലുള്ള ഒരു ഫീൽ, അതിനകത്ത് കൂടുതലായിട്ട് കോൺഷ്യസ് ആകേണ്ട ഒരവസ്ഥ. ഇതും കാണിക്കുന്നത് നമ്മുടെ തലച്ചോറിലുള്ള ബ്ലഡ് സർക്കുലേഷനകത്ത് എന്തോ ചില അപാകതയുണ്ട്, അല്ലെങ്കിൽ അപാകത വരാൻ ചാൻസ് ഉണ്ട് എന്നാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്ന സമയത്ത് തലചുറ്റൽ പോലെ വരുന്നുണ്ടോ എന്നും നോക്കണം. അതുപോലെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന വാക്കുകളും കാര്യങ്ങളും ഒക്കെ പറയുന്ന സമയത്ത് ഒരു തപ്പിത്തടയൽ പോലെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് വരുന്നു, കൂടുതലായിട്ടും തെറ്റുകൾ വരുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനമാണ് ബ്ലഡ് പ്രഷർ കൂടുന്ന അല്ലെങ്കിൽ അൺകൺട്രോളായി നിൽക്കുന്ന അവസ്ഥ. ചില സാഹചര്യത്തിൽ BP കൂടി നിൽക്കുന്ന അവസ്ഥയുണ്ട്. എന്നാൽ ഇതങ്ങനല്ല, അകാരണമായിട്ട് BP കൂടാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നു. അങ്ങനെ BP കൂടാനുള്ളൊരു ടെൻഡൻസി കാണിക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞ പല ലക്ഷണങ്ങളിൽ 2-3 എണ്ണം ഒരുമിച്ച് കണ്ടാൽ ഉടനെ തന്നെ ഒരു മെഡിക്കൽ അഡ്വൈസ് തേടേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഈ ഹൈ BPയോടൊപ്പം കാഴ്ചയ്ക്ക് മങ്ങൽ വരികയും സംസാരിക്കുന്നതിന് വ്യക്തമായിട്ടുള്ള പ്രയാസം നേരിടുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
എനിവേ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.